വിശദാംശങ്ങളിലേക്ക് പോകാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടച്ചുപൂട്ടിയ മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചന. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപക ഫണ്ട് പിരിവ് നടക്കുന്നതായാണ് വിവരം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി. PFI ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. PFI നിരോധനത്തിനു പിന്നാലെ സത്യസരണിയിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. കടന്നു വന്നവർക്കും മതവിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത പാരമ്പര്യ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന മഞ്ചേരിയിലെ മഹത്തായ സ്ഥാപനമായ സത്യസരണി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാരിച്ച ചെലവ് വരുന്ന ഇതിൻ്റെ നടത്തിപ്പിലേക്ക് നിങ്ങളുടെ സക്കാത്ത്, സദക്ക, മറ്റ് ദാനധർമ്മങ്ങൾ എന്നിവയുടെ നല്ലൊരു പങ്ക് മാറ്റിവെക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും. അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സത്യസരണിയുടെ സഹായികളാവുക. ശിവദാസ് കർമ്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു, പക്ഷേ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വന്ന സത്യസരണിക്ക് ഇപ്പോഴും ഭാരിച്ച ഫണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് സഹായിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സന്ദേശങ്ങളടക്കം വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? വീണ, കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് EDയുടെ കൃത്യമായ പരിശോധന സത്യസരണിയിൽ അടക്കം ഉണ്ടായത്. ഈ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷം 56.56 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. അതിൽ സത്യസരണിയും ഉൾപ്പെടും. സത്യസരണിയുടെ പൂർണ്ണമായ സ്വത്തുവകകൾ അന്ന് ED കെട്ടിയിരുന്നു. കാരണം PFIയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സത്യസരണിയുടെ പ്രവർത്തനം എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണത്തിൽ NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അക്കാലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി തന്നെ സത്യസരണിയിൽ അടക്കം മറ്റ് PFIയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് മലബാറിലെ കോഴിക്കോട് അടക്കമുള്ള മറ്റു ജില്ലകളിലെ PFIയുടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന സ്ഥാപനങ്ങൾ സീൽ ചെയ്ത് പൂട്ടുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്നെയായിരുന്നു സത്യസരണിക്ക് എതിരെയും നടപടികൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലും ഇത്തരത്തിൽ കൃത്യമായി തന്നെ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. സത്യസരണിയിലെത്തി ED ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധനകൾ നടത്തി. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കൊടുവിൽ കൃത്യമായി തന്നെ അവരുടെ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു. അതിനുശേഷം അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. അതിനുശേഷം അവരുടെ പ്രവർത്തനം നടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴും രഹസ്യമായി തന്നെ സത്യസരണി പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരം. അതിന്റെ പ്രവർത്തനത്തിലേക്ക് വേണ്ടി വ്യാപകമായി തന്നെ ഫണ്ട് പിരിവ് നടക്കുന്നുണ്ട്. ഇതിന്റെ കൃത്യമായി തന്നെ ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള ഫണ്ട് പിരിവ് നടക്കുന്നത്. അതായത് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ റംസാൻ മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറവിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ശേഖരണം നടക്കുന്നത്. സക്കാത്ത് നൽകുക, സ്വതാക്ക് നൽകുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാപകമായ പ്രചാരണം ഇതുവഴി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്കും മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഫണ്ട് പിരിവ് നടക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരം NIAക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ EDക്ക് അടക്കം ലഭിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ പരിശോധനകളും അതോടൊപ്പം തന്നെ കണ്ടുകെട്ടൽ അടക്കമുള്ള നടപടികൾ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും രഹസ്യമായി തന്നെ ഇതിന്റെ പ്രവർത്തനം തുടരുന്നു എന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം സത്യസരണി എന്ന് പറയുന്നത് ഒരു മതപരിവർത്തന കേന്ദ്രം കൂടിയാണ്. 2008 മുതലാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിന് 3 വർഷം മുൻപ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് സജീവമായി തന്നെ സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് PFIയുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ച് 2008 മുതലാണ് സജീവമായി തന്നെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത്. മറ്റ് ഹൈന്ദവ ഇത് അമർച്ച ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് ടീച്ചറടക്കം ആവശ്യപ്പെടുമ്പോൾ, എല്ലാവരും പൊതുസമൂഹം അടക്കം ആവശ്യപ്പെടുമ്പോൾ ഇതിനെതിരെ നടപടികൾ വന്നതുമാണ്. പക്ഷേ അത് കൃത്യമായി നടപ്പിലാക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ വീണ്ടും നിയന്ത്രിച്ചു നിർത്താനോ കഴിയാതെ പോകുന്നതാണ് ഏറ്റവും സങ്കടകരം. ഇതെങ്ങനെയാണ് ഇത് ഇത്ര പബ്ലിക്കായി തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെ ഹൈക്കോടതിയിലടക്കം മൊഴി നൽകിയ കേസുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോഴും തീർച്ചയായും ഇത്തരത്തിൽ തന്നെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനങ്ങൾ തന്നെയാണ് ഇതിൽ കൂട്ടുനിൽക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം LDF സർക്കാർ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇത്തരത്തിലുള്ള സംഘടനകളെ, പ്രത്യേകിച്ച് SDPIയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, PDP അടക്കമുള്ള ഇത്തരത്തിലുള്ള മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു മുൻപ് പല കാലങ്ങളിലും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പലപ്പോഴും അവരെ താലോലിച്ച് അവരെ വളർത്തുന്ന തരത്തിലുള്ള ഇടപെടലും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളുമായിരുന്നു
ആയിരുന്നു ഇത്തരത്തിലുള്ള LDF-ന്റെയും അതോടൊപ്പം തന്നെ UDF സർക്കാരുകളുടെയും കാലഘട്ടത്ത് ഉണ്ടായിരുന്നത്. മുൻപ് പിണറായി വിജയൻ അടക്കം ഇപ്പോൾ ജയിലിൽ കഴിയുന്ന PDP-യുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മദനിയോടൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇത് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ പിന്നീടും അത് തുടരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടോ ഇത്തരം മതമൗലികവാദ സംഘടനകളെ വളർത്തുന്ന ഒരു സമീപനമാണ് സർക്കാരുകളുടെ കേരളത്തിൽ ഭരിച്ചിരുന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഒരു വലിയ വേരോട്ടം ഭീകര സംഘടനകൾക്ക് ഉണ്ടായിരുന്നത്. മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ എത്തിയപ്പോൾ കേരളം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൃത്യമായി തന്നെ ഇത്തരം സംഘടനകളുടെ അടിവേര് അറക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ NIA-യുടെയും അതോടൊപ്പം തന്നെ ED-യുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കീഴിൽ ഇത്തരത്തിൽ കൃത്യമായി തന്നെ പരിശോധനകളും നടപടികളും എല്ലാം തന്നെ അടുത്ത കാലത്തായി സജീവമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2022 സെപ്റ്റംബർ മാസത്തിൽ PFI-യെ നിരോധിച്ചത്. കൃത്യമായി തന്നെ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു നിരോധനം ഉണ്ടായത്. പക്ഷേ അതിനുശേഷവും ഈ ഒരു സംഘടന വളരെ രഹസ്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലടക്കം മലബാർ ഹൗസും അതോടൊപ്പം തന്നെ ഗ്രീൻ വാലി അവരുടെ അക്കാദമിക് സ്ഥാപനമായ ഗ്രീൻ വാലിയും ഇപ്പോൾ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അടക്കം അതിനുശേഷവും രഹസ്യമായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായി തന്നെ ഈ സംഘടനകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തന്നെ ഇവരുടെ ഫണ്ട് കണ്ടുകെട്ടുന്ന സ്ഥാപകവും അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കളും എല്ലാം തന്നെ ഭൂമിയും അടക്കമുള്ളവ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ED പോയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് മഞ്ചേരിയിൽ ചെറണിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണിയുടെ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഈ ഓരോ വരികളും കേൾക്കുമ്പോൾ ശിവദാസ് ആശങ്ക ഏറുകയാണ്. ഇതൊക്കെ ആരുടെ നിഴലിലാണ് ഇങ്ങനെ തഴച്ചു വളരുന്നതെന്ന്